Hello YouTube, Namaskaram. This is Nandan and welcome back to Bald and Beard Vlogs. മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് മെയ് ദിനത്തില് മെയ് 1 റിലീസായ മലയാളി ഫ്രം ഇന്ത്യ ഇന്നിപ്പോ കണ്ടു വന്നതേ ഉള്ളൂ. സോ എന്താ പറയാ, മനം നിറച്ച അല്ലെങ്കിൽ മനസ്സ് നിറച്ചൊരു സിനിമ തന്നെയായിരുന്നു നിവിൻ പോളിയുടെ കംബാക്ക്. ഇനി ആരും ചോദിക്കേണ്ട നിവിൻ പോളി തിരിച്ചു വന്നോ ഉള്ളത്. നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് മൂപ്പര് തിരിച്ചു വന്നിട്ടുണ്ട് നിവിൻ പോളി. സോ നിവിൻ പോളിയുടെ 2024 കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ബമ്പർ ഹിറ്റിലേക്ക്, ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് മലയാളി ഫ്രം ഇന്ത്യ എന്തായാലും കടന്നു പോകുന്നത്. സോ നല്ല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഞാൻ ഈ പടം ശരിക്കും പറഞ്ഞാൽ രാവിലെ 10:30 പോയിട്ട് കാണുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തു എന്തായാലും ഹൗസ്ഫുൾ ആയിരിക്കുന്നുണ്ട്. അതേപോലെ ഹൗസ്ഫുൾ ആയിരുന്നു സിനിമ. കൂടുതലും യുവാക്കൾ, കോളേജ് കുട്ടികൾ, ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്തായാലും കുടുംബ പ്രേക്ഷകർ കുറച്ച് കുറവാണെങ്കിലും ഉണ്ടായിരുന്നു. എന്തായാലും പടം തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരുന്നു. സോ ഞാൻ പറയാം, ഇത് എന്താ പറയുക, നമ്മൾ 2 പാട്ടുകൾ കണ്ടിട്ടുണ്ട്. ഈ 2 പാട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വൈബ് വേറെ തന്നെ വൈബാണ്. ഇതിപ്പോ നമുക്ക് തോന്നും ഫുൾ പവറിൽ ഒരു കോമഡി പടമാണ് നമുക്ക് തോന്നുന്നത് 2 പാട്ട് കണ്ടാലും. പിന്നെ നമുക്കൊരു ടീസർ ഇട്ട് തന്നു. ആ ടീസറിൽ നമുക്ക് ഇത് എന്തോ സംഭവം ഉണ്ട്, ഇതിൽ എന്തോ ഒരു കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഇനി അല്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗിമ്മിക്സ് ഇറക്കിയതാണോ എന്നുള്ള സംശയങ്ങൾ പല ആൾക്കാർക്കുണ്ട്. പക്ഷെ തിയേറ്ററിൽ പോയിട്ട് 3 മണിക്കൂർ, 2.25 മണിക്കൂർ, അത് 10:30 ഷോ തുടങ്ങിയിട്ട് 1:15 കഴിഞ്ഞു. ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമ കണ്ട് തീരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് പറഞ്ഞാല് മലയാളികൾ അതിൽ ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഈ കേരളത്തിലുള്ള മലയാളികളായിക്കോട്ടെ, ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മലയാളികളായിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സിനിമ കാണണം. ബിക്കോസ് ഇത് മലയാളികൾ എന്താണ്, അത് മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ. മലയാളികൾ എന്താണ്, നമ്മുടെ സംസ്ഥാനം കേരളം എന്താണ്, അല്ലെങ്കിൽ കേരളത്തിലെ രീതികൾ എന്താണ്, നമ്മുടെ മതേതരത്വ രാജ്യം എന്ന് പറയുന്നതൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ സിനിമ. എന്തായാലും ഡിജോ ജോസ് ആന്റണിയും അതുപോലെ ഷാരിസ് മുഹമ്മദ് റൈറ്റർ നല്ല കിടുവായിട്ട് മൂപ്പരെ ജനഗണമനയൊക്കെ നമുക്ക് അറിയാം. സോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്തേ പറ്റും. ഈ ഷാരിസ് മുഹമ്മദും അതുപോലെ നമ്മുടെ ഡിജോ ജോസും കൂടി ഒന്നിക്കുന്ന സമയത്ത്. സോ ഇതിലും കറക്റ്റ് ആയിട്ട് പൊളിറ്റിക്സ് നല്ല എന്താ പറയാ, നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണോ അറിയിക്കുന്നത് ആ രീതിയിലുള്ള സർക്കാസം വഴിയുള്ള എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുഖ്യ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, സംസ്ഥാന ഗവൺമെന്റിലെ ആൾക്കാരായിക്കോട്ടെ, എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയപരമായി നോക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല കൊടുത്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ സർക്കാസം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ മാത്രമല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂ ചർച്ച ചെയ്യുന്നുണ്ട്, അതേപോലെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഹിന്ദു മുസ്ലിം ആ ഒരു രീതി, വർഗീയതയെക്കുറിച്ച് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അതേപോലെ ഇതിൽ കൊറോണ സംസാര വിഷയമാവുന്നുണ്ട്, ക്രിക്കറ്റ് സംസാര വിഷയമാവുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി പടം ഇന്റർവെല്ലിലേക്ക് പോയി സമയത്ത് ഇത് ഇന്റർനാഷണൽ ലെവൽ, ഇന്ത്യ പാകിസ്ഥാൻ ലെവലിലേക്ക് വരെ പോയി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, അവരുടെ രീതി, നമ്മുടെ തീവ്രവാദമൊക്കെ കടന്നു വരുന്നുണ്ട്. സോ ഇത് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കേരളം മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കണ്ട് നമ്മളെ മതേതരമായ വർഗീയമായ കുറച്ച് കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഒക്കെ ഇതിൽ എഗെയിൻ സ്പൂഫായിട്ട് ഇങ്ങനെ വന്നു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. സോ ഇതിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ചർച്ചയാവുന്ന രീതിയിൽ തന്നെ അതിന്റെ ഒപ്പരം തന്നെ കോമഡി, ഫുൾ കോമഡി. അതായത് ഫസ്റ്റ് ഹാഫ് സിനിമയുടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ്. പടം തുടങ്ങിയിട്ട് ആ ഇന്റർവെൽ സ്ലോട്ട് വരെ ചിരി എന്ന് പറഞ്ഞാൽ നല്ല അട്ടാറ് ചിരി, നല്ല ഫ്രഷ് കോമഡി. അത് നല്ല 101% വർക്ക്ഔട്ട് ആവുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സും അതേപോലെ പൊളിറ്റിക്സ് ആർക്കുള്ള ഊക്കും എന്താണ് മിനി കൂപ്പർ, നമ്മുടെ മിനി കൂപ്പറിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഏത് പാർട്ടി രാഷ്ട്രീയപരമായിട്ടുള്ള അത് കടന്നു വരുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനായിട്ട് നല്ല ഊക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലോണം നല്ല ഷെയർ ചെയ്ത് എല്ലാവരും കൊടുക്കുന്നുണ്ട്. സോ ഇന്റർവെല്ല് വരെ നല്ല ഫുൾ കോമഡി എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്ന സംഭവം. ഇന്റർവെല്ലോട് അടുത്ത സമയത്ത് കുറച്ചൊരു സീരിയസ്നെസ് ഇങ്ങനെ വരുന്നത്. ഇന്റർവെല്ല് കഴിഞ്ഞ ശേഷം വേറെ തന്നെ പടം എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ മാറി വേറെ തന്നെ രീതിയിലേക്ക് പോയി. അവിടെ നമ്മളെ വേറെ എന്തൊക്കെ ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയിപ്പോവും. സോ ഇതിലിപ്പോ എഴുതുന്ന നിവിൻ പോളി, ഫസ്റ്റ് ഹാഫിലെ നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസും അനശ്വര രാജനും, അതെ അനശ്വരനും ചെറിയ റോളിലും സലീം കുമാറും ചെറിയ റോളിലും മഞ്ജു പിള്ള സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ഇന്റർവെല്ല് കഴിഞ്ഞ സമയത്ത്, ഇന്റർവെല്ലിന് ശേഷം നിവിൻ പോളിയും വേറൊരു ഒരു പാകിസ്ഥാൻകാരൻ മൂപ്പര അഭിനയിച്ച രീതി സൂപ്പറായിട്ടുണ്ട്. അത് നല്ലൊരു റോള്. ഇന്റർവെല്ലിന് ശേഷം നിവിനും ഈ ഒരു ചങ്ങായിയുമായിട്ടാണ് മൊത്തത്തില്. സോ അത്തരത്തിൽ വരുമ്പോൾ മൂപ്പർ റോള് സൂപ്പർ ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, അത് ഇന്റർവെല്ലിന് ശേഷം പിന്നെ നമ്മുടെ ടെററിസം ഒക്കെ കുറച്ച് രീതിയിൽ വിഷയങ്ങളാവുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം. അവിടെയും മലയാളി എന്താണ്, അല്ലെങ്കിൽ മലയാളിയുടെ സ്നേഹം, മലയാളിയുടെ ആ ഒരു റിലേഷൻഷിപ്പ്, സൗഹൃദം,
അതൊക്കെ എന്താണ് മനസ്സിലെ നന്മ അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എനിക്ക് ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാനിവിടെ പറയുന്നത്, കുറച്ച് എനിക്ക് ലാഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഫസ്റ്റ് ഹാഫ് സംബന്ധിച്ചോളം ഫുൾ പവർ ആയിട്ട് വരുന്ന ഒരു സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കുറച്ചൊന്ന് ലാഗ് അടിപ്പിച്ചോ, എന്നെ ലാഗ് അടിപ്പിച്ചു. അത് കുറച്ച് ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോമിക് രംഗങ്ങൾ, അത് രണ്ടും ഉണ്ട്, കോമഡിയും ഉണ്ട് ഇമോഷണലും ഉണ്ട്. പക്ഷെ ഇത് വരുന്ന സമയത്ത് കുറച്ചൊന്ന് വലിച്ചു നീട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ഫീല്. പിന്നെ എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളൊരു സംഭവം കൂടി സെക്കൻഡ് ഹാഫിൽ കയറി വരുന്നുണ്ട്. എന്നാലും കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അവസാന ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു സന്ദേശം, ഒരു മെസ്സേജും കൂടി, അതായത് എന്താണ് ഇത് പറഞ്ഞു വെക്കുന്നതൊക്കെയാണ് ലിജോ ജോസ് ആന്റണി, ഷാൻസ് നമുക്ക് നമ്മൾ ജനഗണമനൊക്കെ ഗണമനയിലൊക്കെ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ മതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നമ്മളെ എങ്ങനെ പാവപ്പെട്ടവനെ കരുക്കലാക്കി, അല്ലെങ്കിൽ അവന്റെ മനസ്സിലേക്ക് ഈ മതേതരത്തിന്റെയും മതത്തിന്റെയും വർഗീയതയ്ക്കിന്റെ വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മളെ എങ്ങനെ സമൂഹത്തിലൊക്കെ എങ്ങനെ നടക്കുന്നുള്ള ഒരു ഒരു എന്താണ് ഒരു മറുവശം, അതിലൊരു മറുവശം ഉണ്ട് എന്നുള്ളൊരു സംഭവം കാണിച്ചു തരുന്നത്. അതൊക്കെ ഉപരി നമ്മളെ മനുഷ്യത്വമാണ് വലുത്, നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ ആൾക്കാർ, സുഹൃത്ത് ബന്ധം, മതേതരത്വം, അല്ലെ, അതൊക്കെ ചർച്ചയാവുന്ന ഒരു സിനിമയും കൂടി ഇതാണ്. സോ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ അതിൽ പറയുന്നുണ്ട്, നിങ്ങളെ രാജ്യം ഏതോ ആട്ടെ, പക്ഷെ ആ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മതം കൂടി ഉൾപ്പെടുത്തുന്ന സമയത്ത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സമയത്ത്, നിങ്ങളുടെ രാജ്യം ഏതുമായിക്കോട്ടെ, അത് എന്റെ രാജ്യമായിക്കോട്ടെ നിന്റെ രാജ്യമായിക്കോട്ടെ, അത് തകരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ലോകത്തിലെ എവിടെയാണെങ്കിലും മലയാളികൾക്ക് സമർപ്പിക്കുന്ന ഒരു പടം, മലയാളി ഫ്രം ഇന്ത്യ. അതങ്ങനെ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും, നമ്മളെ ആവേശം കൊള്ളിപ്പിക്കുന്ന, നമ്മുടെ നാട്, നമ്മുടെ മലയാളി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നോക്കുന്ന സമയത്ത് കുറച്ച് എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് കുറച്ചൊരു ക്രിഞ്ച്, ഒരു ക്ലീഷേ പോലെ, അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് പോലെ, അല്ലെങ്കിൽ കുറച്ചൊരു ലാഗ് പോലെ എനിക്ക് തോന്നി ചില ഇടങ്ങളിൽ. പക്ഷെ അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷെ പിക്കപ്പ് ചെയ്ത് പിന്നെയും ഗ്രാഫിക്കിന്റെ ലേശം ഒന്ന് കുറഞ്ഞു പോകുന്നുണ്ട് പോലെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ. പക്ഷെ ഇൻ ടോട്ടൽ സിനിമ നോക്കുന്ന സമയത്ത് ഇത് ബാധിക്കുന്നില്ല. നിവിൻ പോളിയുടെ ഒരു അസൽ കംബാക്ക് ആണ്. സോ കുറെ കാലങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ആ ഒരു പ്രശ്നം തീർന്നു ഇതോടെ. മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരും കാണാൻ പോയിട്ട് തിയേറ്ററിലേക്ക് കുടുംബ പ്രേക്ഷകർ ഒന്നുകൂടി ഇഷ്ടപ്പെടും. എന്തായാലും യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. ബിക്കോസ് ഇത് നമ്മൾ കാണണം, സിനിമ പോയിട്ട് കണ്ടിട്ട് ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ സ്പൂൺ ഫീഡ് അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവർ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ സർക്കാസം വഴി നല്ല രീതിയിൽ തന്നെ കോമഡി ആയിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും എന്തായാലും പോയിട്ട് മലയാളി എന്ന രീതിയിൽ നമ്മൾ എന്തായാലും പോയിട്ട് കാണേണ്ട പടം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. ആൻഡ് ഇതിൽ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ചെറിയൊരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ നാട്ടിൽ, അതായത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ പട്ടേന എന്ന ഗ്രാമത്തിലാണ് ഞാൻ എന്റെ വീട്, ഞാൻ താമസിക്കുന്നത്. സോ ഇവിടുത്തെ എന്റെ രണ്ട് കൂട്ടുകാർ, നമ്മുടെ നാടകത്തിലും കലാപ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന രണ്ട് കൂട്ടുകാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. നീരജ് പട്ടേന ടോൾ ബോയ്സ് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന എന്റെ സുഹൃത്തും എന്റെ അനിയനും ഒക്കെ ആയ നീരജ് പട്ടേന, ആൻഡ് നമ്മുടെ ധനേഷ് എന്നാണ് പേര്. മൂപ്പരും കലാപ്രവർത്തനം നാടകരംഗത്തിലൊക്കെ ഉണ്ട്. സോ എളിയ കലാകാരന്മാരാണ്. അവർക്ക് ഈ ചെറിയ സിനിമയിൽ ചെറിയ വേഷം നന്നായിട്ട് ചെയ്യാൻ പറ്റി. സോ കൺഗ്രാറ്റുലേഷൻ ടു ദം. സോ ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എനിക്ക് അഭിമാനമുണ്ട് അവരോടൊപ്പം തന്നെ. സോ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാവരും നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ, ലിജോ ജോസ് ആന്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ പോയി കാണുക, തിയേറ്ററിൽ പോയിട്ട് കാണുക കുടുംബസമേതം, ആസ് എ മലയാളി വ്യൂവർ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് സൈനിങ് ഓഫ്.